ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ പറ്റുന്ന ചുരിദാർ കട്ട് നൈറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടൊരു കട്ടിങ് വീഡിയോ ആണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ചുരിദാർ കട്ട് നൈറ്റി. അതുപോലെ തന്നെ നൈറ്റി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുന്ന ഒരു പാറ്റേൺ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. നൈറ്റി കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ദേ ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് മടക്കാണ് വരുന്നത്. 2 പീസായിട്ട് മടക്കാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അതുപോലെ തന്നെ അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ തുണി ഇപ്പം മടക്കിയിട്ടിരിക്കണേ. നമുക്കിനി ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഷോൾഡർ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 7.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. നേരെ അടിയിലേക്ക് ഞാൻ ആം ഹോള് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ 7 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത പോയിന്റിൽ ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് 11 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് വേസ്റ്റിന്റെ ലെങ്ത് ഞാൻ 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് വേസ്റ്റ് ലെങ്ത് 14 മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ഞാൻ ഹിപ്പിന്റെ ലെങ്ത് 19 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഷേപ്പിന്റെ അവിടുത്തെ വണ്ണം 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണോ നിങ്ങളുടെ വണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഹിപ്പിന്റെ അവിടുത്തെ വണ്ണാണ് മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഹിപ്പിന്റെ വണ്ണം 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയാണോ നിങ്ങളുടെ വണ്ണം വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലസ് അവിടെ ഞാൻ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 പോയിന്റ് നമുക്കങ്ങ് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ആം ഹോൾ കർവും നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ഈ ഒരു ഹിപ്പ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങനെയൊന്ന് നമുക്ക് ചെരിച്ചങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഹിപ്പിന്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചിട്ടുണ്ട്. അടിവരെ ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു പോയിന്റിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഷേപ്പ് ചെയ്ത്. അപ്പൊ അടിഭാഗത്ത് നമുക്ക് അത്യാവശ്യം വിസ്താരം കിട്ടും. ഞാനിവിടെ ഫുൾ ലെങ്ത്ത് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് കിട്ടുന്ന ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ 1.5 ഇഞ്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനുമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ബോഡി പോർഷനെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ബോഡി പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുകളിലെ ഈ ഒരു പീസിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക. അങ്ങനെ ബോഡി പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു മുകൾ വശം മടക്കാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം.
അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിനായിട്ട് മുകളിൽ നിന്ന് ബാക്കി വന്ന ഈ ഒരു പീസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സ്ലീവിനുള്ള തുണി ഇതിലുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഞാനപ്പോൾ ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ടേപ്പ് വെച്ച് നേരെ ഇങ്ങോട്ട് ഞാൻ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയാണ് 7.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് എവിടെയാണ് 10 ഇഞ്ച് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൻ്റെ ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് 3.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ കർവ് ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അടിയിൽ നിന്ന് ഈ ഒരു പേപ്പർ മാറ്റുകയാണ്. ഇനി സാധാ സ്ലീവിൻ്റെ ആ ഒരു കർവ് വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ് 7 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. അവിടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. 1.5 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡിലേക്കുള്ള സ്ലീവ്സ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ നെക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.